ഹലോ മക്കളെ, ഷനൂപ് സാറാണ്. എടാ, നിങ്ങൾ ഈ തംബ്നെയിലിൽ കണ്ട പോലെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണോ ഈ കോങ്കോ എന്ന് പറയുന്നത്? കോങ്കോയുടെ ഫ്ലാഗ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ? നമുക്ക് തമാശക്കെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഡിയർ കോങ്കോ അല്ലെങ്കിൽ ഡോക്ടർ കോങ്കോ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഡോക്ടർ കോങ്കോ അല്ലെങ്കിൽ ഡിയർ കോങ്കോ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ എന്ന് പറയുന്നതാണ്. ഇത് ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. സോ യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലാണ്. സോ എന്താണ് ഈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ തുടക്കം തന്നെ പഠിക്കുന്നത് എന്താണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെ കുറിച്ചിട്ടാണ്. സോ അതിൻ്റെ സവിശേഷതകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് വേൾഡ് മാപ്പ്. വേൾഡ് മാപ്പിൽ നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ സെൻട്രൽ ആഫ്രിക്ക, അതുപോലെ ആമസോൺ ബേസിൻ, ഈ ഒരു ഭാഗത്തൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇതിൻ്റെ ലൊക്കേഷൻ, ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡൽ ലൈന് എവിടെയാണെന്നുള്ളതാണ്. സോ നോക്കിക്കോടാം, 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്നും ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി വടക്കും തെക്കുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇക്വേറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ കാണപ്പെടുന്നത്. സോ ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടുത്തെ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് അഥവാ കാലാവസ്ഥാ സവിശേഷത എന്താണെന്നുള്ളതാണ്. നോക്കിക്കോടാം, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫാൾ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ എന്തായിരിക്കും? യെസ്, നല്ല ചൂടും നല്ല മഴയായിരിക്കും ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുക. ദ സൺസ് റേസ് ഫാൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. ഇവിടുത്തെ സൂര്യരശ്മികൾ അഥവാ സൂര്യപ്രകാശം എന്ത് ചെയ്യും? ലംബമായിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക? പ്രവേശിക്കുക. സോ അവിടെ ചൂട് പൊതുവെ എന്തായിരിക്കും? കൂടുതലായിട്ടായിരിക്കും അനുഭവപ്പെടുക. അതുപോലെ തന്നെ ദാറ്റ് റിസൾട്ട് ഇൻ ഹയർ എയർ കൺവെക്ഷൻ ആൻഡ് കൺവെക്ഷണൽ റെയിൻഫാൾ. നല്ല രീതിയിൽ ചൂട് വരുമ്പം അവിടെ എയർ കൺവെക്ഷൻ നടക്കും അഥവാ വായു സംവഹനം നടക്കും. നീരാവിയായിട്ട് മുകളിലേക്ക് പോകും. എന്നിട്ട് മുകളിലേക്ക് പോകുന്നതോറും ചൂട് കുറഞ്ഞിട്ട് അവിടെ മേഘമായിട്ട് എന്ത് ചെയ്യും? കൺവെക്ഷണൽ റെയിൻഫാൾ, സംവഹനമായ നല്ല കിഡിലോസ്കി മഴ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് ലഭിക്കും. എവിടെ? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ലഭിക്കും. സോ റിസീവ് റെയിൻഫാൾ എവറി ഡേ ഇൻ ദ ആഫ്റ്റർനൂൺ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യുക? ഈ മഴ ഉണ്ടാവുക. സോ അതിന് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് 4 o'clock റെയിൻഫാൾ അല്ലെങ്കിൽ 4 മണി മഴ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പറയാറുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പ്രത്യേകം പഠിക്കുന്നുണ്ട് അല്ലേ? അതുകൂടാതെ ഇവിടുത്തെ വെജിറ്റേഷൻ അഥവാ സസ്യങ്ങളെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എടാ, ഇത് കണ്ടറിയാം, ഇത് നിങ്ങൾ മുന്നേ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ആമസോൺ ബേസിൻ തന്നെയാണ്, ആമസോൺ മഴക്കാടുകൾ അല്ലേ? അതുപോലെ തന്നെ ഈ തെങ്ങുതോപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു കേരളമാണ് വിചാരിക്കും. പക്ഷെ ഇത് കേരളമല്ല. ഇത് എവിടെയെന്ന് വെച്ചാൽ ആഫ്രിക്കയുടെ ഉൾ ഏരിയ ആയിട്ടുള്ള കോങ്കോ എന്ന് പറയുന്ന സ്ഥലമാണ്. സോ ഇവിടെയൊക്കെ ഫുൾ എന്തായിരിക്കും? നല്ല ചൂടും നല്ല മഴയും ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പച്ചപ്പുകൾ, ഹരിതാപമായിരിക്കും ഉണ്ടാവുക, എവർഗ്രീൻ ആയിരിക്കും ഉണ്ടാവുക. സോ നോക്കി വെച്ചോടാം, എവർഗ്രീൻ ഫോറസ്റ്റ് ആർ ദ മേജർ വെജിറ്റേഷൻ. അതായത് നിത്യഹരിത വനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. പിന്നെ മനുഷ്യ പ്രവർത്തനങ്ങളുടെ കാര്യമായിട്ട് പ്രത്യേകം പറയുന്നില്ല. പക്ഷേ ഇവിടെ പ്രത്യേകതരം ഒരു ഗോത്ര വിഭാഗമുണ്ട്. ആ ഗോത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? പിഗ്മി എന്ന് പറയുന്നത്. എന്തൊരു രസമുള്ള സ്മൈലാണത് അല്ലേ? സ്മൈലേ അകന്ന് പോയിടല്ലേ. യെസ്, ഇതാണ് ഈ പിഗ്മി എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ വിവിധ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് എന്ത് പഠിക്കാനുള്ളൂ? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ പഠിക്കാനുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം. സോ അടിപൊളിയാണ്. ഈ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ എവിടെയാണ് കോങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ആഫ്രിക്കയുടെ സെൻട്രൽ പോർഷനിലാണ് എന്തുള്ളത്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഉള്ളത്. സോ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന രാജ്യമാണെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ എന്ന് പറയുന്ന ഡോക്ടർ കോങ്കോ ഉള്ളത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സെറ്റാണ്, അടിപൊളിയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. എല്ലാവരും എന്ത് ചെയ്യുക? ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന നടക്കാനിരിക്കുന്ന ലൈവിലേക്ക് എത്തിച്ചേരുക. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷനുമായിട്ട് എന്ത് ചെയ്യും? വരുന്നതായിരിക്കും. സോ അതുവരെ ബൈ.